ഇന്നുണ്ടല്ലോ രാവിലെ കുട്ടികൾക്ക് നമുക്ക് ടിഫിൻ ബോക്സ് റെഡിയാക്കുന്ന പരിപാടി തന്നെയാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾ എന്ന് പറയാൻ ഇന്ന് മോൻ മാത്രമേ പോകണുള്ളൂ, മോൾക്ക് പനിയാണ്. അപ്പോൾ അതുകൊണ്ട് മോന് ഇപ്പോൾ തലേദിവസം തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ചോറും സാമ്പാറും കൊടുത്തയക്കാമെന്ന്. അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ മനസ്സിൽ കാണുമ്പോൾ മാനത്ത് കാണുന്ന ഒരാളുണ്ടല്ലോ മൊബൈലിൽ, അപ്പോൾ അതുകൊണ്ട് തന്നെ സാമ്പാറെന്ന് ഞാൻ വിചാരിച്ച സമയത്ത് തന്നെ എൻ്റെ മുന്നിലൊരു സാമ്പാറിൻ്റെ വീഡിയോ വന്നു. അത് തിരുപ്പതി സാമ്പാറായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നി അതൊന്ന് വെച്ച് നോക്കാം. എന്നും നമ്മൾ ഉണ്ടാക്കുന്ന സാധാ സാമ്പാറിൻ്റെ ടേസ്റ്റിൽ നിന്ന് ഇത്തിരി വ്യത്യാസം ഉണ്ടാവുമല്ലോ, ഒരു ആന്ധ്ര സ്റ്റൈലിലുള്ള സാമ്പാർ. അപ്പോൾ അങ്ങനെ വയ്ക്കാമെന്ന് വിചാരിച്ചപ്പോൾ രാവിലെ ഞാൻ എണീറ്റിട്ട് ഫസ്റ്റ് തന്നെ ചോറിന് വെള്ളം വെച്ച് അത് അരിയൊക്കെ കഴുകി അടുപ്പത്തിട്ടു കേട്ടോ. അപ്പോൾ ഇത് ഞാൻ നന്നായി തിളച്ചതിന് ശേഷം അടച്ചു വയ്ക്കുകയാണ്, ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചെയ്യാറ്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ കാണിക്കില്ല. ഇനി മൊത്തം സാമ്പാർ ഉണ്ടാക്കുന്ന വീഡിയോ ക്ലിപ്സ് ആയിരിക്കും ഇതിലുണ്ടാവുക. അപ്പോൾ എന്തായാലും അതങ്ങനെ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് സാമ്പാറിനുള്ള പരിപ്പ് ഒന്ന് വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം കാര്യം തിരുപ്പതി സ്റ്റൈലാണെങ്കിലും അതിൽ നമ്മളുടെ സാധാരണ തൂർദാലുണ്ടല്ലോ, തൂരപ്പരിപ്പ്, അതാണ് എടുക്കുന്നത്. ഞാനിവിടെ മൂങ് ദാലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്, അതായത് ചെറുപയർ പരിപ്പുണ്ടല്ലോ. അത് ഞാൻ ഒരിക്കൽ ഇത് വെച്ചിട്ട് ഞാൻ സാമ്പാർ വെച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു എൻ്റേതായിട്ടുള്ളൊരു വ്യത്യാസം വരുത്താൻ വേണ്ടി ഞാൻ ഈ ഒരു മൂങ് ദാൽ എടുത്തത്. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് വെള്ളം ആവശ്യത്തിന് ഒഴിച്ചിട്ട് അതൊന്ന് ഒരു 2-3 വിസിൽ വരാൻ വേണ്ടി വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് പുളി എടുത്ത് വെള്ളത്തിലിട്ടു. ഇനി ഞാൻ അധികം കഷ്ണങ്ങൾ ഇടണില്ല, ഉള്ളതിൽ നിന്ന് കുറച്ച് സാമ്പാറിന് പറ്റിയതെടുത്തത് ഞാൻ ഇടണം. ഉരുളക്കിഴങ്ങും ക്യാരറ്റും കുറച്ച് ചെറിയ ഉള്ളിയും. ഈ ഒരു കഷ്ണം ഞാൻ സാധാരണ സാമ്പാറിൽ ഇടാറില്ല കേട്ടോ, ഈ പീച്ചിങ്ങയില്ലേ അത്. പിന്നെ മുരിങ്ങക്കായ, വെണ്ടക്കായ ഉണ്ടായില്ല, അല്ലെങ്കിൽ വെണ്ടക്കായായിരുന്നു എനിക്ക് സാമ്പാറിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു പച്ചക്കറി. അപ്പോൾ അത് ഇട്ടു. പിന്നെ തക്കാളി ഇടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വേഗം അത് ഇടല്ല, നുറുക്കിയെടുത്തു, കഴുകി വൃത്തിയാക്കി. പിന്നെ ഞാനൊരു ചീനച്ചട്ടിയിലേക്ക് കുറച്ച് വറ്റൽമുളകും കുറച്ച് പച്ചരിയും കുറച്ച് കടലപ്പരിപ്പ്, കുറച്ച് ജീരകം, കുറച്ച് നമ്മളുടെ മല്ലിയില്ലേ, മുഴുവൻ മല്ലി, പിന്നെ ഇത്തിരിക്കോളം ഉലുവയും ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി ഒന്ന് എടുക്കുന്നുണ്ട്. കൂടെ തന്നെ കുറച്ച് നാളികേരക്കൊത്തും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് വറുത്ത് മാറ്റി വെച്ചു ചൂടാറാൻ. ഇനി ആ ചീനച്ചട്ടിയിലേക്ക് തന്നെ കുറച്ച് കടുക്, കടലപ്പരിപ്പ്, ഉഴുന്ന്, പിന്നെ കുറച്ച് ജീരകം, അതുപോലെ കുറച്ച് വറ്റൽമുളക്, പച്ചമുളക്, കറിവേപ്പില, ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് അതൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ചേർക്കണം കേട്ടോ. പിന്നെ ചെറിയ ഉള്ളി ഞാൻ ഇതിലിട്ട് ഇങ്ങനെ വഴറ്റുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള പച്ചക്കറിയൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ ചേർത്ത് കുറച്ച് നേരം ഇങ്ങനെ ഇളക്കി നന്നായി ഇങ്ങനെ എല്ലാം ഒന്ന് ചൂടാവട്ടെ. പൊട്ടറ്റോ ഒക്കെ നന്നായി ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേഗം വേവാൻ വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് വഴറ്റി റെഡിയാക്കി എടുത്തിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് തക്കാളിയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് സാമ്പാറിൽ ശരിക്കും ഈ തക്കാളിയുടെ ഒരു പുളിയാണ് ഇഷ്ടം, മറ്റേ വാളംപുളി ചേർക്കണേക്കാളും. ഇനി അതൊന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള സംഭവമില്ലേ, ഫസ്റ്റ് തന്നെ നമ്മൾ വറുത്ത് നാളികേരമൊക്കെ ചേർത്ത് അതൊന്ന് നന്നായിട്ട് അതുപോലെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കുറച്ച് നേരം അതൊന്ന് ഇങ്ങനെ നന്നായിട്ട് ചൂടാക്കിയെടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് ഞാൻ നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടി മാത്രം കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വറുത്തരച്ച സാമ്പാർ വയ്ക്കുമ്പോൾ അതിൻ്റെ ഒരു വറവ് ഇല്ലേ, ആ ഒരു വറവിനനുസരിച്ചാണ് ഞാൻ ഫസ്റ്റത്തെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ വറുത്തെടുത്തത്. ഇനി അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക, നന്നായിട്ട് ഇളക്കുക. അതൊന്നിങ്ങനെ തിളയൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങുന്ന സമയത്ത് ഞാൻ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. കുറച്ച് കായത്തിൻ്റെ പൗഡറും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. കായപ്പൊടി നമ്മൾ ഇട്ടിട്ടില്ലല്ലോ സാമ്പാറിൽ, ആ ഒരു കായത്തിൻ്റെ സ്മെല്ലല്ലേ സാമ്പാർ വേവുമ്പോൾ നമ്മുടെ അടുക്കളയും റൂമും വീട് മൊത്തം പരക്കണത്. അപ്പോൾ അതും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് ഇങ്ങനെ അപ്പോഴും അങ്ങനെ വന്നു തുടങ്ങേണ്ട ആ ഒരു സമയത്ത് നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പും കൂടി ചേർക്കാം. പരിപ്പും കൂടി ചേർത്തപ്പോൾ അതിൻ്റെ ചീനച്ചട്ടി മൊത്തം നിറഞ്ഞു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതെടുത്ത് ഞാൻ ആ കുക്കറിലേക്കാണ് തിരിച്ചൊഴിച്ചിട്ട് പിന്നെ നന്നായിട്ട് കഷ്ണമൊക്കെ വെന്തിങ്ങനെ തിളച്ച് റെഡിയായി വന്നപ്പോൾ അതിലേക്ക് പുളി പിഴിഞ്ഞത് ഒഴിക്കുകയാണ്. എന്നിട്ട് വീണ്ടും അത് നന്നായിട്ട് തിളപ്പിക്കുകയാണ്. പുളിയൊക്കെ കഷ്ണത്തിലും പരിപ്പിലൊക്കെ ഒന്ന് പിടിക്കണമല്ലോ. അങ്ങനെ സാമ്പാർ റെഡി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സീ യു നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.